ഫുൾ സിനിമ ഞാൻ എന്റെ ഏറ്റവും അധികം വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം. ഐ സ്വെയർ യു, അദ്ദേഹം കീർത്തിചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല. കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു. ചൗധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണിയുക. അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രം ഒരു പ്രിവ്യൂ ഷോ വെച്ചു. അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല. കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജി, ലിസി, പ്രിയദർശന്റെ അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രിവ്യൂ ഷോ കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല എന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയരുത്. അത് ഞാനതല്ലേ പറഞ്ഞത്. എന്റെ കീർത്തിചക്ര അല്ലെങ്കിൽ ഈ 5 സിനിമയും കീർത്തിചക്ര പോലും അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായപ്പോ അപ്പോഴും ഞാൻ വിളിച്ചപ്പോ ആണോ എനിക്കിനിപ്പോ തിയേറ്ററിലൊന്നും പോയി കാണാൻ പറ്റില്ല. പക്ഷെ രാത്രി മുഴുവൻ ആളുകളുടെ ആ ഒരു കൺഗ്രാജുലേഷൻ കോൾസ് വന്നപ്പോൾ അദ്ദേഹം കാലത്ത് 5 മണിക്ക് വയനാട്ടിൽ പോകുന്ന റൂട്ടിലുള്ള ഏതോ ഒരു തിയേറ്ററിൽ പോയിട്ട് 5 മണിക്ക് അദ്ദേഹം ബാബുച്ചാനും ഗ്യാങ് എല്ലാം കൂടെ പോയി പടം കണ്ടിട്ട് എന്നിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യണം. അദ്ദേഹം പടം കണ്ടിട്ടാണ് ഇത് ഇറങ്ങിയെന്നുള്ളത് എന്റെ സുഹൃത്തുക്കൾ, ഞാൻ BJP-കാരാണെങ്കിൽ ശരി, അല്ലെങ്കിൽ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഓരോരുത്തന്റെയും വികാരം ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനാണ് ഞാൻ ഈ ലൈവിൽ വരാമെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ എന്തിനാ ഈ കിടന്ന് ശ്വാസം എന്തിനാണ് രോഷാകുല? ഞാൻ രോഷാകുല ആകെയല്ല സഹോദര. ഒന്നാമത്തത് ഞാൻ കുറേ ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടുള്ള ഞാൻ നിങ്ങളുടെ എല്ലാം കമന്റ് വായിക്കാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫ്ലോ പോകും. അതുകൊണ്ടാണ് ഞാൻ കമന്റ് വായിക്കാതെ. എന്ത് തന്നെ ആയാലും അവനെ ശ്രദ്ധിക്കണം ആയിരുന്നു. അവരെ എന്നുള്ള ആരെന്നുള്ളത് എനിക്കറിയുന്നില്ല. ഇവിടെ ചിലവന്മാരൊക്കെ തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇത് നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പലരും തെറി വിളിച്ചു കഴിഞ്ഞാൽ അതെന്റെ സംസ്കാരം. ഇവിടെ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. അത് മേജർ റിവ്യൂവിനെ എഫക്ട് ചെയ്യില്ല. നല്ല കമന്റുകളാണെങ്കിൽ അതിനുള്ള മറുപടികളും തരും. അത് വൃത്തിയായിട്ട് ഞാൻ പറയുകയും ചെയ്യും. സാർ പറയുന്നത് ശരി എന്ന് വെക്കാം. പക്ഷെ സാർ പറഞ്ഞ ഈ സ്വഭാവം മോഹൻലാൽ മാറ്റിയേ പറ്റൂ. ഓക്കെ, മാറ്റിയേ പറ്റൂ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കാരണം പല മിസ്റ്റേക്കുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ചെറിയൊരു അഹങ്കാരം കാണിച്ചിട്ട് പൊട്ടിപ്പോയൊരു പടമാണ് കാന്താർ എന്നുള്ളത്. പക്ഷെ അതിനകത്ത് ഞാൻ 5 കോടിക്ക് തീർത്ത പടമാണ് സഹോദര. അതിനകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിന് 5 പൈസ നഷ്ടം വന്നു എന്നുള്ളത്. റിലീസിന് മുന്നേ തന്നെ 4 കോടിയോളം ഞങ്ങൾ ബിസിനസ് ചെയ്ത് റിലീസ് കഴിഞ്ഞ് എനിക്ക് ആ പൈസ എല്ലാം തിരിച്ചു കിട്ടി. സോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കി മോഹൻലാലും അമിതാഭ് ബച്ചനും വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരം എനിക്ക് എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ അഹങ്കരിച്ചിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു മേജർ രവി സൂക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഒരിക്കലും എന്റെ സിനിമയെക്കുറിച്ച് ഞാൻ അഹങ്കരിക്കാറില്ല. നമുക്കറിയാം, കാരണം നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് വിട്ടുതരാണ്. അതിനുശേഷം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മോഹൻലാലിനെ ഞാൻ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹം വിട്ടു എന്ന് പറയുന്നിടത്താണ് ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നത്. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഡിഡ്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് 6 മണിക്ക് ശേഷം 26ഓളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് 1 മണിക്കൂറും 5 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. ഇതിനു മുന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഗോത്ര ഇഷ്യൂ, മറ്റേ ഇഷ്യൂ, ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ.
അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല. അപ്പോൾ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് തോന്നും, യെസ്, അയ്യോ ഇതെന്താണെന്നുള്ളത്. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ ദിസ് വാട്ട് പീപ്പിൾ, അതർവൈസ് പീപ്പിൾ വിൽ ഹേറ്റ് ഹിം. ഡോണ്ട് വറി, ഞാൻ അറിയുന്ന മോഹൻലാൽ വിൽ സബ്മിറ്റ് എൻ അപ്പോളജി ടു യു ആൾ. വൈ? ബിക്കോസ് അദ്ദേഹം അറിയാതെ ചെയ്തതാണെങ്കിലും ശരി, അദ്ദേഹം അത് ചെയ്തിരിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് ഞാനിവിടെ അദ്ദേഹത്തെ വൈറ്റ് വാഷ് ചെയ്യാനും പൂജിക്കുന്നത്, ഞാൻ അറിയുന്ന മോഹൻലാലിനെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാമെന്നാണ്. നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ എന്നെ കണ്ടു എന്ന് വരില്ല, ഞാൻ പറയുന്നില്ലേ. ഞാൻ പുറത്തു നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം നിങ്ങളെപ്പോലെ വലിയൊരു ഫാനാണ് ഞാൻ, അത്രയേ ഉള്ളൂ. പിന്നെ ആ സിനിമയ്ക്കകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്നത് മുരളി ഗോപി എന്ന് പറയുന്നത് എന്റെ സഹോദരൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാം, നമ്മൾ എന്നെപ്പോലുള്ള തന്നെ എഴുതുന്നത് എന്റെ വികാരമായിരിക്കും. അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ. കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമയ്ക്കകത്ത് നിങ്ങൾ ഭാരതമാതാക്കി ജയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ കൺസേൺ. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മുരളി അത് ചെയ്യുന്ന സമയത്ത്, ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന, ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതലേക്ക് എവിടുന്നത് തുടങ്ങി, ആ വണ്ടി എങ്ങനെ കത്തി, ആര് കത്തിച്ചു, എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് 53 പേര് മരിച്ചുപോയി, കാരണം 4 വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകളെ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു. അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയല്ലേ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഇതെല്ലാം കഴിഞ്ഞ് ടോട്ടാലിറ്റിയിൽ അത് ത്രൂ ഔട്ട് പടത്തിൽ. പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ കാണിക്കുന്നു, അത് കഴിഞ്ഞ് UP പറയുന്നു, ഗുജറാത്തിനെ പറയുന്നു, ഹോം മിനിസ്റ്റർ പറയുന്നു, എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല. അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത്. അതില്ലാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്, യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ്. അതിൽ നിന്ന് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇവിടെ ആരാണ് പൃഥ്വിരാജൻ, മുരളി ഗോപി ആർ ആന്റി നാഷണൽസ്. നിങ്ങളുടെ എല്ലാം വികാരം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ ഇവരെ വിലയിരുത്തുന്നത്. ഞാൻ നാളെ വെറും ഒരു എന്താണ് പറയുന്നത്, ഞാനിപ്പോൾ ഈ എൻ്റെ ഒരു സ്റ്റാമ്പ് എന്ന് പറയുന്നത്, ഞാൻ ദേശസ്നേഹ പട്ടാളപ്പടങ്ങൾ എടുക്കും, അതിലാണ് ദേശസ്നേഹം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത്. ഇത് ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ രാഹത്തിനെ ഇതിൻ്റെ അകത്ത് ആരോ താൻ അതും വൈറ്റ് വാഷ് ചെയ്യാനില്ല എന്നൊക്കെയുള്ള കമന്റൊക്കെ ഞാൻ കണ്ടു. അതല്ല സഹോദരൻ, നിങ്ങളുടേതായിട്ടുള്ള കൺസെപ്റ്റ്. ഞാനത് കാണിക്കുന്ന എന്താണ്, എന്റെ രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി എന്റെ രാജ്യത്ത് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ അവിടെ പോയിട്ട് ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ് 2015 ആദ്യമായിട്ട് ഇന്ത്യ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ രാഹത്ത്. സോ അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. കാരണം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണത്. എന്റെ ശബ്ദം ഒച്ച കൂടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാനിപ്പം 2-3 പ്രസംഗങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷമിക്കണം. ഞാൻ ഷൗട്ട് ചെയ്തൊന്നുമല്ല, ഞാൻ കാറിലിരുന്ന് പറയുന്നതുകൊണ്ടാണ്. എന്റെ വികാരം ഞാനത് കാണിക്കും. എന്താണ്, എനിക്കത് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. മൈ കൺട്രി ഹാസ് ഗോൺ ഇൻ ടു സം അതർ കൺട്രി. എന്നിട്ട് അവിടെ കുരുക്കൽപ്പെട്ടിരിക്കുന്ന എന്റെ ഇന്ത്യക്കാരെ രക്ഷിക്കൊണ്ടുവന്നുള്ള ഒരു ഓപ്പറേഷൻ, അത് ഓപ്പറേഷൻ രാഹത്ത്. അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത് യുക്രൈനിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ എന്റെ രാജ്യത്തിന് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള എനിക്ക് അഭിമാനിക്കാതെ. പിന്നത്തെ പോയിന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ BJPക്കാർ, ഞാനും BJPക്കാരനാണ്, BJPയുടെ വൈസ് പ്രസിഡന്റാണ് ഇതുവരെയ്ക്ക്. ഇനി അടുത്ത സെഷനിൽ എന്താവുന്നുള്ളത് എനിക്കറിയില്ല, അത് അടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട്. ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം BJPക്കാർ പറഞ്ഞു അതിനകത്ത് സെൻസറിൽ 2 BJP അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ അഭ്യുദയകാംക്ഷികൾ, BJPക്ക് ഒരു ഉപകാരമില്ലാത്ത BJPക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് യവന്മാരെ കൊണ്ട് 5 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള
ചില പാർട്ടീസിന്, അതാണായാലും പെണ്ണായാലും അവിടെ കയറ്റി ഇരുത്തിയിട്ട് തൊള്ളേതൊന്ന് പറയുന്നത് അവർ സിനിമ കാണുന്നില്ല. അപ്പൊ ഇത് അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജസ്നേഹിയായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും, അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളത്. എന്തേത് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം, എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തു എന്നുള്ളത്. നോ, സോ ഐ അക്യൂസ് യു ഓൾസോ. ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള, അത് പല പാർട്ടിക്കാരും അവിടെയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് വരുമത്. അപ്പൊ പാർട്ടിക്കാർ ഒന്ന് മനസ്സിലാക്കണം, ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത്. പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാർ പറഞ്ഞു ഇതൊരു സിനിമയല്ലേ എന്ന് പറഞ്ഞ് കാണണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സിനിമയല്ലേ എന്നുള്ളത് കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കകത്ത് ഞാനൊരു എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തികേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സാർ, സോറി. അതും എന്റെ പാർട്ടിയിൽ ആരോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, എന്നെ ആരോ വിളിച്ച് പറഞ്ഞിരുന്നു. സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. അതുപോലെ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഇവിടെ ഒരു കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാവാൻ പറ്റില്ല. അത് ഒരു സത്യസന്ധമായിട്ടൊരു കഥയായിരുന്നെങ്കിൽ ഇതെന്തിനാ ഇങ്ങനെ സത്യസന്ധമായി നടന്നൊരു കാര്യത്തിന് നുണയുടെ ഒരു തുടക്കത്തിൽ തന്നെ നുണയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രം. മോഹൻലാൽ യെസ്, ഇനി ഇതിൽ ഒരാൾ എഴുതിയിട്ടാണ് ഇനിയെങ്കിലും മോഹൻലാലേട്ടൻ സ്ക്രീൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ. ഞാൻ പറയാതെ ലാലേട്ടമ്പത്തേക്ക് ഞാൻ എങ്ങനെയല്ല, ഞാൻ ഇന്നോ നാളെയല്ല 2 ദിവസത്തിനധികം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത്. പക്ഷെ അതിന് നിങ്ങൾ വെറുതെ യെസ് ഈ റാങ്കിന്റെ മുകളിൽ കയറിയിട്ട് കളിക്കണം. ഇതൊക്കെ ചീപ്പ് ടോക്കാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്തിട്ടെന്ന് നിങ്ങൾ അറിയോ? ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വയനാട്ടിൽ പോയി എന്തെല്ലാം ഒരു ന്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനകത്ത് വയനാട്ടിൽ പോയി അവിടെ വന്നിട്ട് ഇത്രയധികം പൈസ നമ്മൾ ആ പട്ടാളക്കാരുടെ കൂടെ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി കൂടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ എല്ലാ സ്ഥലങ്ങളും നോക്കി കണ്ട് പട്ടാളത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. രാജ്യസ്നേഹപരമായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം മറക്കരുത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെങ്കിൽ മറക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല. കാരണം എനിക്ക് അവരെ അത്ര അധികം അറിയില്ല. ഈ കഥ എഴുതിയിട്ടുള്ള വ്യക്തി എന്തുദ്ദേശത്തിലാണ് ഇങ്ങനൊരു കഥ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷെ അതിനെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരാളുടെ മേലേക്ക് മാത്രം അങ്ങ് ദീപികയുടെ എന്താണ് കാവി ചെട്ടി കണ്ടപ്പോൾ ദേശസ്നേഹം വ്രണപ്പെട്ട ടീംസ് ആണ്. എന്റെ ദൈവമേ, എന്തൊക്കെയോ പലരും പറയുന്നുണ്ട്. എനിവേ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ കമന്റുകളെ കാണുമ്പോൾ ഇത്രയും പറഞ്ഞ് എന്നെ സഹിച്ച് ഇത്രയും നേരം നിങ്ങളിരുന്ന് കേട്ടല്ലോ തന്നെ. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു പീപ്പിൾ ഹാവ് വാച്ച് മീ ഫോർ ദിസ്. എനിക്ക് ഈ ജസ്റ്റിഫിക്കേഷൻ ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാൻ വന്നല്ല. തെറ്റ് ചെയ്തിട്ടുള്ളവന് അത് അവർ കറക്ഷൻ ചെയ്തു. പടത്തിനകത്ത് കുറേ കട്ടുകൾ ചെയ്തിട്ടായിരിക്കും 6 മണിക്കുള്ള ശേഷമുള്ള ഷോകൾ വരാമെന്നുള്ള ഒരു ഗ്യാരണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സംഘടനയോ എമ്പുരാന് എന്തൊക്കെയോ പറഞ്ഞു, ഏതെങ്കിലും സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കാനോ സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കാനോ കണ്ട എന്തൊക്കെയോ